ഹലോ ചങ്ങായിമാരെ, അമീറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡെലിവറിയുടെ വിശേഷം പറയണം. നമ്മൾ ഒരു സുഹൃത്തുണ്ട്, നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ബഷീർ എന്നാണ് പേര്. കുന്നംകുളത്തുള്ളതിനാണ്. പുള്ളിക്കൊരു ഞാൻ മുന്നേ തന്നെ ഒരു ഇന്നോവ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് പുള്ളി ഉപയോഗിച്ചതിന് ശേഷം അത് വിറ്റ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഫോർച്യൂണർ ആണ് പുള്ളിക്ക്. അപ്പൊ ആളിപ്പോ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആൾക്കൊരു നിർബന്ധം, ആൾക്ക് സ്ഥിരമായിട്ട് ആൾ ഉപയോഗിക്കുന്ന നമ്പർ 3344 എന്നുള്ള നമ്പറാണ്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, മുന്നേ ഞാൻ 3344 ഒരു ഇന്നോവ ഗോൾഡൻ കളർ സെയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർച്യൂണർ എടുത്തിട്ടുള്ളത്. 2013 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ. ആള് ഗൾഫിൽ ഉണ്ടാവുമ്പോൾ വണ്ടിയുടെ ഫോട്ടോ മാത്രം കണ്ടിട്ട് ഫണ്ട് തന്നിട്ട് ഞാൻ എടുത്ത വണ്ടിയാണിത്. അപ്പോൾ ആൾ ഇതുവരെയായിട്ട് വണ്ടി വാങ്ങിച്ചിട്ടില്ല. ആൾക്ക് നമ്പർ കിട്ടിയിട്ട്, അതായത് ഫാൻസി നമ്പർ എവിടുന്നാണോ കിട്ടുന്നത് അവിടുന്ന് എടുത്തിട്ട് ആ സ്ഥിരം നമ്പർ എടുത്തിട്ട് എനിക്ക് വണ്ടി മതി എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ വണ്ടി എന്റെ പേരിലാണ് ഉള്ളത്. അതിലുപരി ഞാൻ അത് അങ്ങനെ എടുക്കാൻ തന്നെ കാരണം ഫാൻസി നമ്പർ കിട്ടാൻ, ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗുരുവായൂർ ആർടിഒക്ക് KL 46Z 3344 നമ്പർ ആക്കിയിട്ട് ഇന്ന് നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ആള് വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തൊട്ടെന്റെ വീട് എന്റെ കുന്നംകുളത്തിന് തൊട്ടടുത്ത് തന്നെ ആയ കാരണം നമ്മൾ ഡയറക്റ്റ് വണ്ടി അവിടെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ബഷീറിനോട് ചോദിച്ചറിയാം. ബഷീറിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മുപ്പത് ജ്യേഷ്ഠന്മാരുടെ വീടാണ് ചുറ്റുപാടുള്ളത്. അപ്പൊ ആള് വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വരുന്നത് പറഞ്ഞിട്ടില്ല. എന്തായാലും വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. അപ്പൊ ആൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ ഓരോ ആൾക്കാർക്ക് ഓരോ മനസ്സിനനുസരിച്ച് വണ്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അവർ ഉദ്ദേശിച്ച പോലെ തന്നെ അവർക്ക് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. വണ്ടി വന്നിട്ട് 1.5 മാസമായി. ഇപ്പോഴാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ ഡെലിവറി വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലെത്തിക്കുന്നത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പുള്ളിയോട് ചോദിച്ച് വിശദമായിട്ട് അറിയാം. അപ്പോൾ പറയാം. ബഷീർ ഭായി വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി. ബഷീർക്കാണ് മകനും വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട്. ഇനി എന്നെ ആയിട്ടുള്ള ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, അവർ ഉദ്ദേശിച്ച വണ്ടി തന്നെ അവർക്ക് കിട്ടിയോ, അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ പണിത് കൊടുത്തോ, നമ്പറൊക്കെ അവർ ഉദ്ദേശിച്ച തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ബഷീർ ഭായി ചോദിക്കാം. ബഷീർ ഭായി നമുക്കായിട്ട് കൊണ്ടുവന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഈത്തപ്പഴം ബദാം മിക്സ് ഒക്കെ നമ്മൾ കഴിച്ച് അപ്പോൾ ബഷീർ ഭായിയുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബഷീർ ഭായിയോട് ചോദിക്കാം. നമ്മൾ പ്രേക്ഷകർക്ക് കസ്റ്റമറെ കയ്യിൽ നിന്ന് തന്നെ അവർ റിവ്യൂ കിട്ടുമ്പോൾ അവർ പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമല്ലോ. അത് നമുക്ക് ബഷീർ ഭായിയുടെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ബഷീർ ഭായി വണ്ടി ഓടിച്ചിട്ട്? വണ്ടി നല്ല വണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സിംഗിൾ ഓണർ വണ്ടി തന്നെ കിട്ടി. നമ്മൾ പറഞ്ഞത് 2013 മേലേക്കുള്ള വണ്ടി തന്നെ വേണം, സിംഗിൾ ഓണർ ആയിരിക്കും എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ മാക്സിമം സെക്കൻഡ് ഓണറിൽ നമുക്ക് വണ്ടി കിട്ടി. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ നമ്പറും കിട്ടി. നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസത്തോളം കുറെ വെയിറ്റ് ചെയ്തു. ഈ RC പ്രശ്നം ഉണ്ടെങ്കിലും കൂടി നമ്പറിന് വേണ്ടി നമ്മൾ കുറെ വെയിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഉദ്ദേശിച്ച അതേ നമ്പർ, കാരണം മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതേ വണ്ടിയുടെ അതേ നമ്പറിൽ നമുക്ക് കിട്ടും ചെയ്യും. മുന്നേ ഉണ്ടായിരുന്ന ഇന്നോവ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിന് നമ്മൾ തന്നെയാണ് എടുത്തു കൊടുത്തതും അത് വിറ്റ് കൊടുത്തതും നമ്മൾ തന്നെ. അതിന്റെ നമ്പർ 3344 ആയിരുന്നു. ഇതിന്റെ 3344 ആണ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ബഷീർക്ക് 6 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുന്ന ഒരാളാണ്. 2 മാസം നാട്ടിൽ നിൽക്കും. ഇതും നിങ്ങൾ പോകുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനേക്കാൾ വണ്ടി അപ്ഗ്രേഡേഷൻ വരികയാണെങ്കിൽ നമ്മളപ്പോൾ ചിന്തിക്കാം ഉപയോഗിക്കാം എന്നുള്ളവർക്കാണ് നമ്പർ എടുത്തിട്ടുള്ളത്, പണി തീർത്തത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പണികളൊക്കെ നല്ല ഉഷാറായി. മോഡൽ ബ്ലാക്ക് ഒക്കെ അടിച്ച് നല്ല രസമായിരുന്നു. നമ്മളെ പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബഷീർക്ക് പറയണത് ഒരു 2 മാസം ബഷീർക്ക് ഉപയോഗിച്ചിട്ട് ആള് പിന്നെ 6 മാസം ഉണ്ടാവില്ല. അപ്പൊ തന്നെ നമുക്കത് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ സമയത്ത് ബഷീർക്ക് ലാഭം ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മുന്നേ ഉണ്ടായിരുന്ന ഇന്നോവ വിൽക്കുമ്പോഴും വലിയ ലാഭമൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. കാരണം അത്യാവശ്യം പൈസ അതിന് ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഗൾഫിൽ നിന്നൊക്കെയാണ് ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇൻഷാല്ല മുമ്പ് വിൽക്കുമ്പോഴും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും. അപ്പോൾ ഇൻഷാല്ല കസ്റ്റമറൊക്കെ നല്ല വരുമ്പോൾ നമുക്കത് കൊടുക്കാം. ചെറിയൊരു വില ലാഭം കിട്ടുകയാണെങ്കിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ എൻ്റെ അഭിപ്രായം? ചീക്കട മോനെ അതിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, എനിക്ക് വണ്ടി ഇതേപോലെ ബ്ലാക്ക് അടിക്കണം, നിങ്ങൾ മുന്നേ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്ന വണ്ടിയുടെ പോലെ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലാണ് ഇതേപോലെ സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞത്. ആദിലിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അങ്ങനെ ബ്ലാക്ക് ഒക്കെ ചെയ്ത്. അപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട ആദിലിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ആദിൽ ഉദ്ദേശിച്ച പോലെ വണ്ടി ആയിട്ട്? വണ്ടിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഉദ്ദേശിച്ച പോലെ യാത്ര ചെയ്യുമ്പോൾ നല്ല സ്മൂത്താണ്. പിന്നെ നമുക്ക് പെരുന്നാളിന്റെ ഇതിന് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ വണ്ടിയായില്ലേ? ഉഷാറായില്ലേ? അടിച്ചു പൊളിക്കൂടെ നമുക്ക്? അപ്പൊ ഇൻഷാല്ലാ നമ്മള് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് അടിച്ചാപ്പൊളി 2013
സിംഗിൾ ഓണർഷിപ്പോട് കൂടി ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള വണ്ടിയുടെ താക്കോൽദാനം നമ്മൾ നടത്താൻ പോവാണ്. അതിനുവേണ്ടി പക്ഷേ നമുക്ക് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഈത്തപ്പഴം ബദാമും ഒക്കെ കൂടിയിട്ട് സംഭവം ഒരു ബഹുലമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കസ്റ്റമറും വീഡിയോ കാണാൻ ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല കസ്റ്റമർക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ നമ്മൾ വിളിക്കുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. യു പിയിൽ നിന്ന് നല്ല യു കെ ഹരിയാനയിൽ നിന്ന് നല്ല വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ചാവി കൈമാറാം. നമ്മൾ ചാവി കൈമാറാൻ പോവാണ്.